ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ചെറുമീൻ കിട്ടിയിട്ടുണ്ട്. ഇത് പാരയുടെ ചെറിയ പാരയാണ്. ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഇവിടെ എടുത്ത് വച്ചിട്ടുണ്ട്. ഈ മീൻ കൊണ്ട് ഒരു പുളിക്കറിയാണ് ഉണ്ടാക്കുന്നത്, ചെറുമീൻ പുളിക്കറി. ഇതിലേക്ക് ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പുഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പുളി പുഴിഞ്ഞെടുത്ത വെള്ളമാണ്. ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് തിളപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 1 ടേബിൾ സ്പൂണേ ഇടുന്നുള്ളൂ, ബാക്കി പിന്നെ ഇടാം. അപ്പോൾ തീ കത്തിച്ചിരിക്കുകയാണ്. ഇത് ഇനി ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളയ്ക്കുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. ഏറ്റവും സിമ്പിളായിട്ട് എന്നാൽ രുചികരവുമാണ് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെറുമീൻ കറിയാണ്. ഇത് ഏത് ചെറുമീൻ കൊണ്ടും തയ്യാറാക്കാം. ചെറിയ ചാളയാണെങ്കിലും ഏത് ചെറിയ മീൻ കൊണ്ടും ഇങ്ങനെ ഒരു ഐറ്റം തയ്യാറാക്കാം. നല്ല ടേസ്റ്റാണ്. മീൻ അവിടെ ഇരുന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 10-20 ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ വെറും ഒരേ 1 ടേബിൾ സ്പൂൺ തേങ്ങ, ഒരു ചെറിയ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് തേങ്ങ ചേർക്കുന്നത്, അതിട്ട് കൊടുക്കുക. തേങ്ങ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് തിക്കായ ചാറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 1 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ കൂടിപ്പോകരുത്. നമ്മൾ മീനിൽ 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ചേർത്തത്. ഇനി ഈ അരപ്പിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിരിയൻ മുളകിൻ്റെ പൊടിയാണ്, അതുകൊണ്ട് എരിവ് കൂടുമെന്ന് പേടിക്കേണ്ട. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇതിന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണം. ഇപ്പം മീനൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കുക. നല്ല കുറുകിയ ചാറായിട്ടാണ് അരച്ചെടുത്തത്, അതും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പച്ച വെളിച്ചെണ്ണയും കൂടെയൊക്കെ ഒഴിക്കുമ്പോഴാണ് നല്ല ഒരു ടേസ്റ്റ് വരുന്നത്. ഇനി തീ കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റൂടെ മൂടി വയ്ക്കാം. അപ്പോൾ കറി റെഡി. അങ്ങനെ മീൻ പുളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയ മീൻ പുളിക്കറി ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇത്രയും കൂടെ ഒഴിച്ചു കൊടുക്കുക. നല്ല കുറുകിയ ചാറോടുകൂടി ചോറിനൊക്കെ ഒഴിച്ച് കഴിക്കാൻ ഇത് മാത്രം മതി. ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. പുട്ട് കഴിക്കാനും നല്ലതാണ്. ചാളയാണ് കുറേ കൂടി നല്ല ടേസ്റ്റ്. ചാളയുടെ ആ എണ്ണയെല്ലാം, നെയ്യുണ്ടല്ലോ, ചാളയ്ക്കൊരു കൊഴുപ്പുണ്ടല്ലോ, അതൊക്കെ കൂടെ ഇറങ്ങുമ്പോൾ ചാളയായിരിക്കും കുറേ കൂടി ടേസ്റ്റ്. എല്ലാവരും ഇതുപോലെ ഒരു മീൻ കറി തയ്യാറാക്കി നോക്കണം. ഇനി തീ അണച്ചു കൊടുക്കുക. തീ അണച്ചാലും കുറേ നേരം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും.